ഈ ഇരിപ്പ് കണ്ടിട്ട് ഇപ്പോഴും ദൈവമായിട്ടാ അതിൽ നിന്ന് ഇറങ്ങി മനുഷ്യരാകും. ഞാൻ അപ്പോഴേക്കും സാത്താൻ സേവറായിട്ട് പോകും. അതെ, ആക്ച്വലി റിലീസ് ആകുന്ന ദിവസം മെയ് 16 ഗോഡായിട്ട് അഭിനയിച്ച പടം റിലീസ് ആവുന്നു. അന്ന് തന്നെ സാത്താൻ സേവറായിട്ട് ഒരു പടത്തില് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ് ആട് 3യുടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആട് 3 തുടങ്ങുവാണല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ഇവിടെ നിന്ന് മാറി എല്ലാം വിട്ടുപോവാണ്, അങ്ങോട്ട് വിട്ടുപോവാണ്. പല ദൈവങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ മനസ്സിൽ ആരാധിക്കുന്ന പല ദൈവങ്ങളെ കണ്ടിട്ട് അല്ലേ. ഒരു സിനിമയിലേക്ക് വന്നപ്പം ഒരു ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു, നമ്മൾ ദൈവത്തിനോട് സംസാരിക്കുന്നു അല്ലേ. ഒരു ദൈവം എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. വിശ്വാസം ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്, വിശ്വാസികളില്ലാത്തവരും ഉണ്ട് കേട്ടോ. ഈ സിനിമയിൽ ഒരു ദൈവത്തിലൊരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അഭിനയിക്കുമ്പോൾ നമ്മുടെ ഈ ദൈവത്തിനോട് എന്താണ് ചോദിച്ചത്? അത് ആക്ച്വലി എനിക്കിപ്പോ പറയാൻ പറ്റില്ല. സിനിമ കണ്ട് തീരുമാനിക്കണം. സിനിമ കണ്ട് ഇതാണ് സിനിമ കണ്ടിട്ട് മതി എന്ന് പറഞ്ഞ ഇന്റർവ്യൂ. ഞാനൊരു വളരെ സിനിമയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ദൈവത്തിനോട് പറയുന്നത്. ഇപ്പൊ പറയണ്ട, സാധിച്ചു തരുമെന്നും സിനിമ കണ്ടിട്ട് അത്രേ പറയാൻ പറ്റൂ. സാധിച്ചു തരുമെന്നും സിനിമ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലേ. തന്നില്ലെങ്കിൽ എന്താണ് ചെയ്തതെന്നും സിനിമ കണ്ടിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര കഥാപാത്രമാട്ടോ. എലിജിബിലിറ്റി ഉണ്ടെങ്കിലല്ലേ അത് കൊടുക്കാനും പറ്റുള്ളൂ. ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ ഒട്ടുക്കില്ല അവിടെ. അല്ല, കഥാപാത്രത്തിനാട്ടോ ചെന്നേക്കണേ. ഞാൻ ഒന്നും ഇപ്പൊ ഞാൻ വേറെ വിവാദത്തിലേക്ക് ഞാൻ വിവാദമേ പിടിക്കുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ ഒന്നും വിവാദം പിടിക്കണ്ടേ എനിക്ക് തരില്ല. എനിക്ക് തന്നെ ഞാൻ പിടിക്കും കേട്ടോ കഥാപാത്രത്തിന്. ഹൈദരാബാദിന് ഇപ്പൊ പിടിക്കാറില്ല. അല്ല, വിവാദങ്ങൾ പിടിക്കാറില്ല. വിവാദങ്ങള് ഹൈദരിക്കാനാണ് പിടിക്കുന്നത്. അങ്ങനെ സംഭവിക്കാം. നേരെ തിരിച്ചിപ്പോ ചോദിക്കാതെ പറഞ്ഞ എന്റെ അടുത്ത് ചോദ്യങ്ങൾ തുടങ്ങി. ഇല്ല, നമ്മൾ ആ വേർഡേ യൂസ് ചെയ്തിട്ടില്ല. ഹൈദരാബാദ് നമ്മളൊക്കെ നിരന്തരമായിട്ട് ഇന്റർവ്യൂസിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് നമ്മൾ 4 പേരും കൂടെ നിങ്ങളോട് ചോദിക്കുകയാണ്. അത് നിങ്ങളൊന്ന് ഉത്തരം തരണം. നിങ്ങൾക്ക് അറിയാതിരിക്കാം അപ്പൊ ഞാൻ എന്താ ചോദിക്കാൻ പോണെന്ന്. ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ എന്ത് വരെ ചോദിക്കും? 3 വരെ ചോദിക്കും. ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, എനിക്ക് കുറച്ച് പൈസ വേണം, കുറെ കടമുണ്ട്. ചോദിക്കാതിരിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ബാധ്യത ഉണ്ടോ, ഇത് മനുഷ്യൻ ബാധ്യത. ഇനി 2 കൂടെ വേണം അല്ലേ. അവിടെ വല്ലാത്തൊരു പെട്ടുപോക്കാണ്. എല്ലാവരും രണ്ടാമത്തേതല്ലേ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുന്നേ. പിന്നെ 2-3 ചോദിക്കേണ്ടായിരുന്നു. ഇവിടെ ഹൈദരേട്ട ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹൈദരേട്ടന്റെ പല ചോദ്യങ്ങളിലും ഇതാണ് നമുക്ക് ഉത്തരം ഇല്ലാണ്ടായി പോകും. നിങ്ങൾ പെട്ടെന്ന് മനുഷ്യ എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പോൾ എന്താണ് പറയേണ്ടതെന്നുള്ള ഒരു സ്പേസിലേക്ക് ഞാൻ പോയി. എന്നിട്ട് പിന്നെ ഞാൻ പറയുവാണ്. അത് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണോ എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ പിന്നെ സിനിമയെ പറ്റിയാണല്ലോ നമ്മൾ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിലേക്ക് വന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ 2-മത്തതോ 3-മത്തോ വരാം. 1-മത്തെ ഞാൻ ചോദിച്ചു കഴിഞ്ഞല്ലേ. അതെ, 1-മത്തത് ഓക്കെ, അത് അടിപൊളിയാണ്. വെച്ചാൽ 2-മത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തിന് നമുക്കൊരു സമാധാനമായിട്ടുള്ള ജീവിതം, എല്ലാവരും സ്നേഹത്തോടു കൂടി ജീവിക്കണം. ആ ഒരു സാധ്യത ഞാൻ പറയും. ദൈവം അങ്ങനെ ഒന്ന് ആക്കണം. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഒരുമിച്ച് കൈകോർത്ത് ജീവിക്കാനുള്ള അടിപൊളി ആ ഒരു വരം ദൈവം തരുമോ? എനിക്കും അങ്ങനെ ജീവിക്കണം എന്ന് പറയും. 2 ഇനി 3-മത്തത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ ആ ആൻസർ, ഞാൻ പറഞ്ഞൊരു ആൻസർ തന്നെ പറയണമെന്നുള്ളത് നമ്മൾ മറക്കുന്നു. എന്റെ 2-മത്തെന്ന് പറയാം. ഞാൻ ചിലയിടത്ത് ഞാൻ ആദ്യത്തെയായിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അതാണ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് കാശാന്ന് വിചാരിക്കും നമ്മൾ. പക്ഷെ അതല്ല നമുക്ക് വേണ്ട. പിന്നെ ചോദിക്കാൻ പോണേ എന്റെ ആൻസർ, എനിക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ജീവനുണ്ടല്ലോ, ഇതുപോലെ ഇനിയും എൻ്റെ കുടുംബത്തോടൊപ്പം നല്ല സമാധാനത്തോടു കൂടി നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കണം. കുടുംബത്തോടൊപ്പം ജീവിക്കണം. എനിക്ക് തന്ന നല്ല സുഹൃത്തുക്കളെ ഇനിയും എനിക്ക് തരണം. അതായത് ഏകദേശം നിങ്ങളിവിടെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഫിൽറ്റർ വന്നിട്ട് ബോൾ പിടിച്ചു. ബൗണ്ടറി ആയില്ല. ഇല്ല, അവിടെ സേവ് ചെയ്തു. നിങ്ങൾ ഇത് കൂടുതലും 99 നോട്ട് ഔട്ടിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു ബോൾ ചോദിച്ചിട്ട് അതാണ് ഹെൽത്ത്. അല്ലല്ല, അതാ ഞാൻ പറഞ്ഞ അടുത്തുവരെ എത്തി നിങ്ങൾ. പക്ഷെ ഹെൽത്ത് എന്നുള്ള വേർഡ് നിങ്ങൾ ആരോഗ്യം നിങ്ങൾ പറഞ്ഞൊന്നും ഇല്ലാതെ അല്ലേ. ആരോഗ്യം അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുണ്ടെങ്കിൽ എല്ലാം ഉള്ളൂ. പൈസ ആരോഗ്യം ഉണ്ടെങ്കിൽ പൈസ കിട്ടാൻ എണ്ണാൻ പോലും പറ്റുള്ളൂ. ആക്ച്വലി നമ്മുടെ ആദ്യത്തെ വരം നമ്മൾ ചോദിക്കേണ്ടത് നമുക്ക് നമ്മുടെ ആരോഗ്യം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ കടം തീരും. ആരോഗ്യം ഇല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയും ആരോഗ്യം ശരിയാക്കാൻ വേണ്ടി നിങ്ങളുടെ കാശ് പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു വരം ദൈവമേ തരുമോ? തന്നിരിക്കുന്നു.
തന്നിരിക്കണു. തന്നിട്ടുണ്ട്, അതെനിക്ക് കിട്ടിയിരിക്കുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.